أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. قال هذه ناقة لها شرب ولكم شرب يوم معلوم ولا تمسوها بسوء فيأخذكم عذاب يوم عظيم فعقروها فأصبحوا نادمين فأخذهم العذاب إن في ذلك لآية وما كان أكثرهم مؤمنين وإن ربك لهو العزيز الرحيم. صدق الله العظيم. സൂറത്തു ശുഅറ 155 മുതൽ 59 വരെ. ഖാല സാലിഹ് അലൈഹിസ്സലാം പറഞ്ഞു, ഹാദിഹി നാഖത്തുൻ, ഇതാ ഒരു ഒട്ടകം, ലഹാ ഷിർബുൻ, അതിനുണ്ട് ഒരു ദിവസത്തെ ഒരു കുടി എന്നാണ് വാക്കിൻ്റെ അർത്ഥം, അഥവാ ഒരു ദിവസത്തെ കുടിവെള്ളം. വലക്കും ഷിർബുൻ, നിങ്ങൾക്കും ഉണ്ട് ഒരു കുടി, യൗമിൻ മഅലൂം, അറിയപ്പെട്ട ദിവസം, അഥവാ ഒരു ദിവസം നിങ്ങൾക്കും ഒരു ദിവസം അവർക്കും ഉണ്ട്, ഒട്ടകത്തിനുണ്ട് എന്നർത്ഥം. വലാ തമസ്സൂഹ ബിസൂഇൻ, നിങ്ങളതിനെ ദോഷകരമായി അല്ലെങ്കിൽ ദ്രോഹകരമായി തൊട്ടുപോകരുത്. ഫയഖുദക്കും, അപ്പോൾ നിങ്ങളെ പിടികൂടും, അദാബു യൗമിൻ അലീം, ഒരു ദിവസത്തെ ഭയാനകമായ ഒരു ദിവസത്തെ ശിക്ഷ. അദാബ് ശിക്ഷ, യൗമുൻ അലീം, ഗുരുതരമായ അല്ലെങ്കിൽ ഗൗരവമായ ദിവസം എന്നൊക്കെയാണ് അർത്ഥം. ഫഅഖറൂഹ, അങ്ങനെ അവർ അതിനെ അറുത്തു. ഫഅസ്ബഹു, അവരായിത്തീർന്നു, നാദിമീൻ, ഖേദിക്കുന്നവർ. ഫഅഖദ്തുഹുമുൽ അദാബു, അപ്പോൾ അവരെ ശിക്ഷ പിടികൂടി. ഇന്ന ഫീ ദാലിക, നിശ്ചയം അതിലുണ്ട്, ലആയത്തൻ, ഒരു തെളിവ്. വമാ കാന അക്സറുഹും, അവരിൽ അധികവുമായില്ല, മുഅ്മിനീൻ, വിശ്വസിക്കുന്നവർ. വ ഇന്ന റബ്ബക, നിശ്ചയം താങ്കളുടെ റബ്ബ്, ലഹുവൽ അസീസുർ റഹീം, അവൻ അജയ്യനും കരുണാമയനും തന്നെയാകുന്നു. ഫഅ്തി ബി ആയത്തിൻ ഇൻ കുന്ത മിനസ് സാദിഖീൻ എന്നാണല്ലോ സമൂഹം സാലിഹ് അലൈഹിസ്സലാമിനോട് പറഞ്ഞത്. അതിൻ്റെ ഉത്തരമെന്നോണം ഒരു ഭയങ്കരമായ ഒട്ടകം. അവർ ആവശ്യപ്പെട്ടത് പാറയിൽ നിന്നൊരു ഒട്ടകം ഇങ്ങോട്ട് വരണം എന്നാണെന്നൊക്കെ തഫ്സീറുകളിലുണ്ട്. അങ്ങനെ പാറ പിളർന്നൊരു ഒട്ടകം ഇങ്ങോട്ട് വന്നു. ഭീമാകാരമായ ഒട്ടകമായിരുന്നു എന്ന് ഖുർആനിലെ ഈ സൂചനയിൽ നിന്ന് തന്നെ മനസ്സിലാകും. ഒരു ദിവസം സമൂദുകാർ മൊത്തം കുടിക്കുന്ന വെള്ളം അടുത്ത ദിവസം ഒട്ടകം മാത്രം കുടിക്കും. അപ്പോൾ അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം ഒട്ടകം എത്ര വലിയ ഒട്ടകമായിരുന്നു എന്ന്. ചോദിച്ചു വാങ്ങിയ ദൃഷ്ടാന്തമാണ്, അത്ഭുതകരമായ ദൃഷ്ടാന്തമാകണമല്ലോ. സാധാരണ ഒരു ഒട്ടകം ഇങ്ങോട്ട് വന്നതുകൊണ്ട് അതൊരു അത്ഭുതം തോന്നുകയില്ല. അപ്പോൾ അവർക്ക് ചോദിച്ചതുപോലെ അത്ഭുതകരമായ ഒരു ഒട്ടകം പ്രത്യക്ഷപ്പെട്ടു. ആ ഒട്ടകത്തിനെ കൊണ്ട് അവർ കുടുങ്ങി. അവരോട് പറഞ്ഞിരുന്നു, ഇതിനെ മര്യാദക്കല്ലാതെ ദ്രോഹകരമായി തൊട്ടേ പോകരുത്. അപ്പോൾ ആ താക്കീത് ചെയ്യുന്ന ശിക്ഷ നിങ്ങളെ ബാധിക്കും. അദാബ് യൗമിൻ അലീം, നേരത്തെ നബി പറഞ്ഞിട്ടുണ്ട്, ഇന്നി അഖാഫു അലൈക്കും അദാബ യൗമിൻ അലീം, നിങ്ങളുടെ കാര്യത്തിൽ ഞാൻ ഭയക്കുന്നു, ഒരു ഗുരുതരമായ ശിക്ഷ വരുന്ന ദിവസം നിങ്ങളെ ബാധിക്കുമെന്ന്. ആ താക്കീത് ചെയ്തത് നിങ്ങളെ ബാധിക്കും എന്നൊക്കെ പറഞ്ഞു. പക്ഷേ അവരത് കണക്കിലെടുത്തില്ല. അതൊക്കെ വെറുതെ പറയുകയാണ് എന്നാണല്ലോ നേരത്തെ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആ നിലപാട് തന്നെ അവർ വീണ്ടും സ്വീകരിച്ചു. എന്നിട്ട് ഫഅഖറൂഹ, അവരതിനെ അറുത്തു എന്നാണ് സൂറത്ത് ഷംസിൽ അല്ലാഹു തആല പറയുന്നുണ്ടല്ലോ, ഇതിംബഅസ അഷ്ഖാഹ ഫകദ്ദബൂഹു ഫഅഖറൂഹ, ഞാൻ അറുത്തുകൊള്ളാമെന്ന് പറഞ്ഞു. അതിലെ ഏറ്റവും ദൗർഭാഗ്യവാനായ മനുഷ്യൻ അവരുടെ ദുഷ്ടത പ്രവർത്തിക്കുവാൻ വേണ്ടി രംഗത്ത് വന്നു. അതുകൊണ്ടാണ് ഇവിടെ ഫഅഖറൂഹ, അവരെല്ലാവരും അയാളെ സപ്പോർട്ട് ചെയ്തു, അയാളെ പിന്തുണച്ചു. അതുകൊണ്ട് അവരെല്ലാവരും ചെയ്യാൻ വിചാരിച്ച കുറ്റമാണ് ആ ഒറ്റ ഒരുത്തൻ ചെയ്തത്. ഒട്ടകത്തിന് അറക്കൽ എല്ലാവരും കൂടി ചെയ്യാൻ പറ്റൂലല്ലോ. അതുകൊണ്ടാണ് ഇവിടെ ഫഅഖറൂഹ, അവരറുത്തു എന്ന് പറയുന്നത്. എല്ലാവരും കൂടി അറക്കുകയല്ല, അതിലെ ഏറ്റവും ദൗർഭാഗ്യവാനായ മനുഷ്യൻ, ദുഷ്ടനായ മനുഷ്യൻ അവർക്ക് വേണ്ടി രംഗത്ത് വന്നതായിരുന്നു.
ഫാസ്ബഹു നാദിമീൻ, അങ്ങനെ അവർ ഖേദിക്കുന്നവരായി തീർന്നു. ഈ ആയത്തൊക്കെ പോയി കൊള്ളുന്ന ചില സൂചനകളുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഇതുപോലെ ആയത്ത് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ആയത്ത് ചോദിച്ചവർക്ക് എന്ത് സംഭവിച്ചു എന്ന് കാണാം. പിന്നെ ഇതിംബഅസ അഷ്ഖാഹ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കൊല്ലാൻ ആര് രംഗത്ത് വരും എന്ന ചർച്ചയാണ് മക്കയിലപ്പോൾ ഉള്ളത്. അങ്ങനെ നബി സാലിഹ് അലൈഹിസ്സലാം കൊണ്ടുവന്ന ഒട്ടകത്തെ കൊന്നവർ ഖേദിക്കുകയാണ് ചെയ്തത് എന്ന് സൂചിപ്പിക്കുകയാണ്. എന്നിട്ട് എന്തുണ്ടായി? 3 ദിവസത്തെ സമയം കൊടുത്തു. ആ 3 ദിവസത്തിൻ്റെ ഉള്ളിൽ ഖേദിച്ച് മടങ്ങുകയാണെങ്കിൽ അവരെ സ്വീകരിക്കുമെന്നാണ് തോന്നുന്നത്. പക്ഷേ അതവർ ഉണ്ടായില്ല. വിശ്വാസികളും സാലിഹ് അലൈഹിസ്സലാമുമൊക്കെ അതോടുകൂടി സ്ഥലം വിട്ടു. നിങ്ങൾക്ക് 3 ദിവസമേ സമയമുള്ളൂ എന്ന് അവരെ താക്കീത് ചെയ്തുകൊണ്ട്. അപ്പോഴും അവരത് അംഗീകരിച്ചില്ല. അങ്ങനെ ഫഖദഹുമുൽ അദാബു, അവരെ ശിക്ഷ പിടികൂടി. ഫഖദത്തുഹുമു സായിഖത്തു, ഘോര ശബ്ദം പിടികൂടി, അഥവാ ഭയങ്കരമായ പ്രകമ്പനവും ഭൂമികുലുക്കവും കൊടുങ്കാറ്റും ഇങ്ങനെയുള്ള എല്ലാതാവും കൂടി പിടികൂടിയതിനെ പറ്റിയാണ് ഫഖദഹുമുൽ അദാബു എന്ന് പറയും. അങ്ങനെ അവർ അവരുടെ വീടുകളിൽ ചലനമറ്റ് കമഴ്ന്നടിച്ച് കിടന്നവരായി. ഫസ്ബഹു ഫി ദിയാരിഹിം ജാസിമീൻ എന്ന് പറഞ്ഞല്ലോ. ഇങ്ങനെ അവരെ ശിക്ഷ ബാധിച്ചു. എന്നിട്ടോ ഇന്ന ഫീ ദാലി ഫഖദഹുമുൽ അദാബു ഇന്ന ഫീ ദാലിക ലആയ, ഇതൊരു തെളിവാണ്, അല്ലെങ്കിൽ ഇതൊരു ദൃഷ്ടാന്തമാണ്. അതിലൊരു ദൃഷ്ടാന്തമുണ്ട്. ഒമാക്കാൻ അക്സറുഹും മുഅ്മിനീൻ, ഈ മക്കയിലെ മുശ്രിക്കുകളെ പോലെ തന്നെയായിരുന്നു അവരും. ബഹുഭൂരിപക്ഷവും സത്യം അംഗീകരിക്കാനോ റസൂലിനെ അംഗീകരിക്കാനോ തയ്യാറായിട്ടുണ്ടായിരുന്നില്ല, പകരം കൊല്ലാൻ നടക്കുകയായിരുന്നു. അതുകൊണ്ട് ഇങ്ങനെയുള്ള ആളുകൾക്കും ഇവിടെയും ഭൂരിപക്ഷം സത്യം അംഗീകരിക്കാൻ അന്ന് തയ്യാറായിട്ടില്ല, അതുപോലെ തന്നെയായിരുന്നു അവിടെയും. അതുകൊണ്ട് കണ്ടുപഠിച്ചോ എന്ന് സൂചന. വഇന്ന റബ്ബക ലഹുവൽ അസീസുർ റഹീം, നിശ്ചയം താങ്കളുടെ റബ്ബ് അവൻ തന്നെയാണ് അൽ അസീസും അർ റഹീമും, അഥവാ അവൻ തന്നെയാണ് അജയ്യനും കാരുണ്യവാനും. അവൻ വിചാരിച്ചത് തന്നെയാണ് നടക്കുക. എതിരാളികൾ വലിയ കൊമ്പന്മാരുമായതുകൊണ്ട് അള്ളാഹുവിൻ്റെ ദീനിനെ അങ്ങ് തോൽപ്പിച്ച് കളയാൻ കഴിയില്ല. അള്ളാഹു വിചാരിച്ചത്, അള്ളാഹു തീരുമാനിച്ചത് തന്നെ നടക്കും, അത് നടത്തും. അതിന് കഴിവുള്ളവനാണ് എന്ന് സൂചിപ്പിക്കാനാണ് ഇവിടെയും അൽ അസീസ് എന്നത് ആവർത്തിച്ചിരിക്കുന്നത്. അർ റഹീം, പിന്നെ നേരത്തെ പറഞ്ഞതുപോലെ ഇവർ ജീവിച്ചിരിക്കുന്നത് എന്തുകൊണ്ട് ഇത്രയും കാലം അള്ളാഹുവിനെ ധിക്കരിച്ച് ജീവിച്ചിട്ട്, അത് അവൻ കാരുണ്യവാനായതുകൊണ്ട്. അവൻ്റെ കാരുണ്യത്തിലാണ് ഇപ്പോൾ കഴിയുന്നത്. പക്ഷേ അവൻ പിടികൂടാൻ തീരുമാനിച്ചാൽ അത് നടന്നിരിക്കും. അതിൽ രക്ഷപ്പെടാനുള്ള യാതൊരു പഴുതും ഉണ്ടാകുകയില്ല എന്ന് മക്ക നിവാസികളെയും അതുപോലെ ഖുർആനിൻ്റെ മുഴുവൻ വായനക്കാരെയും ഉണർത്തുന്ന തരത്തിലാണ് ഈ വാചകങ്ങളുള്ളത്. ഒട്ടകത്തിനെ ഉപദ്രവിക്കാതെ മേയാൻ വിട്ടിരുന്നെങ്കിൽ ഈ ഗതി അവർക്കുണ്ടാകുമായിരുന്നില്ല. അഥവാ എത്ര നാൾ ഒട്ടകം ജീവിച്ചിരിക്കുന്നുവോ അത്രയും അവർക്കും ജീവിക്കാമായിരുന്നു. പക്ഷേ ദൗർഭാഗ്യവാന്മാരായ മനുഷ്യർ രംഗത്ത് വന്നിട്ട് അതിനെ കുത്തിമലർത്തുകയാണ് ചെയ്തത്. അതോടുകൂടി അവർക്ക് 3 ദിവസം അനുവദിച്ചത് എന്തിനാണ്? അവർക്ക് യഥാർത്ഥത്തിൽ അതിൽ ഖേദമുണ്ടെങ്കിൽ 3 ദിവസത്തിൻ്റെ ഉള്ളിൽ അവർ പശ്ചാത്തപിക്കേണ്ടതായിരുന്നു. അങ്ങനെ പശ്ചാത്തപിച്ചിരുന്നെങ്കിലും അവർ രക്ഷപ്പെടുമായിരുന്നു. പക്ഷേ അതിനും അവർ തയ്യാറായില്ല. അങ്ങനെ ഇരുന്നപ്പോഴാണ് അവരെ ശിക്ഷ വന്ന് തുടച്ച് നീക്കിയത്. അവരുടെ താമസസ്ഥലം നേരത്തെ സൂചിപ്പിച്ചതുപോലെ അൽ-ഉല എന്ന് അറിയപ്പെടുന്ന സ്ഥലത്ത് ഇപ്പോഴും ഒഴിഞ്ഞു കിടക്കുന്നുണ്ട്. വലിയ ആശ്ചര്യമായിട്ട് വാസ്തുവിദ്യ അല്ലെങ്കിൽ എൻജിനീയറിംഗ് വിസ്മയമായിട്ടാണ് ഇപ്പോഴും മനുഷ്യൻ്റെ മുമ്പിൽ അവരുടെ വാസസ്ഥലങ്ങൾ ഉള്ളത്. പക്ഷേ അതൊന്നും അള്ളാഹുവിൻ്റെ ശിക്ഷ വന്നപ്പോൾ അവർക്ക് അവരുടെ സാങ്കേതിക മികവോ സാങ്കേതികമായ കരുത്തോ അല്ലെങ്കിൽ അവരുടെ കായബലമോ ഇതൊന്നും അള്ളാഹുവിൻ്റെ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാൻ അവർക്ക് തുണയായില്ല എന്ന് ചുരുക്കം. അതുകൊണ്ട് തന്നെ അത് അങ്ങനെ ചെയ്യുന്നവർക്കൊക്കെ പാഠമാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് അവസാനിപ്പിക്കുന്നത്. അള്ളാഹു അവൻ്റെ കലാം ശരിയായി പഠിക്കുവാനും മനസ്സിലാക്കുവാനും നമുക്ക് തൗഫീക്ക് നൽകുമാറാവട്ടെ. അല്ലാഹുമ്മ അല്ലിംനാ മാ യൻഫഉനാ വൻഫഅനാ ബിമാ അല്ലംതനാ റബ്ബനാ സിദ്നാ ഇൽമൻ വഫഹ്മൻ വദിഖത്തൻ വനദറ. അല്ലാഹുമ്മ ജഅലിൽ ഖുർആന റബീഅ ഖുലൂബിനാ വനൂറ സുദൂരിനാ വജലാഅ ഹുസ്നിനാ
وذهاب همنا وغمنا ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين وصلى الله على محمد وعلى آله وصحبه وسلم والحمد لله رب العالمين.